பயப்படாதேயுங்கள், உங்கள் கைகள் திடப்பட கடவது. சகரியா 8:13. Fear not, but let your hands be strong. Zechariah 8:13. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே யூடியூப் சேனல் மூலமாக செய்தியை கேட்டுக்கொண்டிருக்கிற தேவ பிள்ளைகள் யாவருக்கும் God Goes East மினிஸ்ட்ரி சார்பாக அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். இந்த 6வது மாதமாகிய ஜூன் மாதத்திலே கர்த்தருடைய கிருபையும் இரக்கமும் சமாதானமும் உங்களோடும் உங்கள் குடும்பங்களோடும் தங்கியிருப்பதாக. தேவனுடைய சமாதானம் உங்களுடைய இல்லங்களிலே, உங்களுடைய தனிப்பட்ட வாழ்க்கையிலே காணப்பட வேண்டும் என்று வாழ்த்தி ஆசீர்வதிக்கிறேன். உங்களுக்காகவும் உங்கள் குடும்பங்களுக்காகவும் தினந்தோறும் ஜெபித்து வருகிறோம். தேவனாகிய கர்த்தர் இந்த மாதத்திலே நம் கண்ணீருக்கெல்லாம் ஒரு பதிலை தர உண்மையுள்ளவராயிருக்கிறார் என்பதை நான் விசுவாசிக்கிறேன். நீங்களும் அதை விசுவாசித்து தேவனுடைய நாமத்தை மகிமைப்படுத்தி உங்களை ஒப்புக்கொடுங்கள். கர்த்தருடைய வார்த்தையை விசுவாசிக்கிறவர்களுக்கு தேவனுடைய வார்த்தையினால் உண்டான சமாதானமும் மகிமையும் இரக்கமும் நிச்சயம் கிடைக்கும் என்பதில் சந்தேகமில்லை. இந்த மாதத்தில் கர்த்தருடைய வார்த்தை உங்கள் வாழ்க்கையில் கிரியை செய்யும்படியாக நீங்கள் உங்களை தேவனுக்கு முன்பாக ஒப்புக்கொடுங்கள். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധ പ്രഭാത നിമിഷത്തിൽ നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം കൃപ കാണിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിൽ നമുക്ക് അനവധി കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുവെന്ന് അരുളി ചെയ്ത കർത്താവിന് വചനത്തെ ഓർത്ത് ജീവിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ തോമസ് സാറിൻ്റെയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം നന്നായി വഴി നടത്തുവാൻ ഇടയായി തീരേണ്ടതിനും തന്നോട് പ്രവർത്തിക്കുന്ന എല്ലാ ടീമംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. തന്നിലൂടെ താൻ പ്രവർത്തിക്കുന്ന ഗോഡ് ഹൂസ് ഈസ് മിനിസ്ട്രിയെയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. ഈ പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഞാൻ ദൈവത്തിൻ്റെ വചനം, എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. അത് പഴയ നിയമത്തിലെ 1-2 വചനങ്ങളാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് വായിപ്പാൻ ഇടയായി തീർന്ന വചനം ദൈവസന്നിധിയിലേക്ക് ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി യോവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്ന അരുളപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വളരെ ശ്രദ്ധേയമായ വചനമാണ്. പല പ്രസംഗങ്ങളും നമ്മൾ ഈ വചനത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എങ്കിലും ഇന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ഈ വചനം നമ്മുടെ ഈ പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ അനേകരെ വിടുവിപ്പാനിടയായി തീരുന്ന വചനമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, പാപം ചെയ്യുന്ന ദേശത്തെയും രാജ്യത്തെയും വ്യക്തികളെയും ദൈവം ന്യായം വിധിക്കും. ആ ദൈവത്തിൻ്റെ ആ ന്യായവിധി പ്രൈസ് ദി ലോർഡ് ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കും. മാനസാന്തരപ്പെടുമ്പോൾ ദൈവം അവർക്ക് ഒരു റെസ്റ്റോറേഷനും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങും അവരുടെ മേൽ വരും. അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി അവരെ അനുഗ്രഹിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഈ വചനം ദൈവം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മോട് കൂടെയുണ്ട്. ദൈവം തൻ്റെ തത്വങ്ങളിൽ നിന്ന് വിട്ടുമാറുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. എവിടെ പാപമുണ്ടായാലും ആ പാപങ്ങളെ പ്രൈസ് ദി ലോർഡ് മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതിന് ദൈവം ന്യായവിധി അയക്കും. ആ ന്യായവിധി ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കും, അനുതാപത്തിലേക്ക് നയിക്കും. അവർ അനുതപിക്കുമ്പോൾ ദൈവം സ്തോത്രം വരുത്തുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് അനുതപിച്ച് അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി അവരെ വീണ്ടും ശക്തിയോടെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്നാണ് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചതും ഇത് തന്നെയാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും പ്രവാചകനിലൂടെ, യോവേൽ പ്രവാചകനിലൂടെ ദൈവം യഹൂദന്മാർക്ക് കൊടുക്കുന്ന ന്യായവിധിയുടെ ദൂതാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന യഹോവയുടെ അരുളപ്പാട്. എങ്ങനെ തിരിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ അരുളി ചെയ്തിരിക്കുന്ന വചനങ്ങൾ അതുപോലെ പറയുകയാണ്. എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. സ്തോത്രം. വീണ്ടും പറയുന്ന 13-ാമത്തെ വാക്യം, വസ്ത്രങ്ങളെയല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിൻ്റെ ക്വാളിറ്റി പറഞ്ഞിരിക്കുകയാണ്. അവൻ കൃപയും കരുണയും മഹാദയയും ഉള്ള ദൈവമാണ്. അവൻ താൻ വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അവൻ അനുതപിച്ച് അവൻ നമുക്ക് അനുഗ്രഹങ്ങളിലേക്ക് നയിക്കും എന്നാണ് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയതും. ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യോവേൽ ഈ പ്രവചനം എഴുതുന്നത് പ്രൈസ് ദി ലോർഡ് താൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്ട് 835 മുതൽ 796 BC-യിലാണ്. പ്രൈസ് ദി ലോർഡ്. ഒബേദ്യാവാണ് ആദ്യമായി ദൈവത്തിന് സ്തോത്രം യഹോവയുടെ ദിവസം എന്നുള്ള ആ കോൺസെപ്റ്റ് സ്തോത്രം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒബേദ്യാവ് താൻ ശുശ്രൂഷിച്ച് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് യോവേൽ എഴുന്നേറ്റും അതേ കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒബേദ്യാവ് സ്തോത്ര യേശാവിൻ്റെ പാപം, ഇസ്രയേൽ ഇസ്രയേലിനെതിരെയുള്ള തൻ്റെ സ്വന്തം സഹോദര വർഗത്തിനെതിരെയുള്ള അകൃത്യങ്ങൾ, എവിടെ അവസരം യഹൂദന്മാരെ ശിക്ഷിക്കാൻ, അവരെ പരിഹസിക്കാൻ, നിന്ദിക്കാൻ അവസരം കിട്ടുമോ അതെല്ലാം നന്നായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന സ്തോത്രം ഏദോമ്യർ. പ്രൈസ് ദി ലോർഡ്. അവരെ ദൈവം ശിക്ഷിക്കുമെന്ന് പറയുന്ന യഹോവയ്ക്കൊരു ദിവസമുണ്ട്, അന്ന് നിങ്ങളെ ശിക്ഷിക്കും എന്ന് കർശനമായിട്ട് താക്കീത് ചെയ്യുന്ന വചനങ്ങളാണ് ഒബേദ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ 10 വർഷം കഴിഞ്ഞതിന് ശേഷം അത് വിജാതീയരോട് പറഞ്ഞിരിക്കുന്ന, യഹോവാഗ്ദത്ത സന്തതി അല്ലാത്തവരോട് പറഞ്ഞിരിക്കുന്ന ദൂതാണെങ്കിൽ ഇവിടെ പറയുന്നു, യഹോവയുടെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ഇസ്രായേൽ ജനങ്ങൾ തെറ്റ് ചെയ്താലും യഹോവ ഒരു ദിവസമുണ്ട്, അന്ന് പുറത്തുള്ളവരെ മാത്രമല്ല നീതി അല്ലാതെ ജീവിക്കുന്നവരെയും ദൈവം ശിക്ഷിക്കും എന്ന് പറയുന്ന ദൂത് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇസ്രായേലിൽ അല്ലെ യഹൂദന്മാരുടെ ഇടയിലേക്ക് ഒരു വെട്ടുക്കിളി ഒരു പറ്റമായി വന്നു. ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ കൃഷി സമ്പത്തുകളെ മുഴുവനും നശിപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് വളരെ കഷ്ടതയിലായി, ആഹാരമില്ലാതായി, വീഞ്ഞില്ലാതെയായി, പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ വേണ്ട ധാന്യങ്ങളും ആഹാരവും ഇല്ലാതായി, മനുഷ്യർ പട്ടിണിയിലായി, ആടുമാടുകൾ പട്ടിണിയിലായി, സകലതും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായതായിട്ട് കാണുന്നു. അവ സ്തോത്രം ഒന്നിനുമേൽ ഒന്നായി, സ്തോത്രം തുള്ളനായും വെട്ടുക്കിളിയായും പിന്നെ എന്താണ് പച്ചപ്പുഴുവായും പ്രൈസ് ദി ലോർഡ് ഒക്കെ ഇവരുടെ മേൽ വ്യാപരിച്ചു. സ്തോത്രം. ഇവർക്ക് നിലനിൽപ്പാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ യോവേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. ഇത് താൻ കണ്ടത് ഈ വന്നിരിക്കുന്ന വെട്ടുക്കിളിയുടെ ശല്യം, അല്ലെങ്കിൽ വെട്ടുക്കിളി യഹൂദന്മാരെ അവരുടെ കൃഷി സമ്പത്തിനെ മുഴുവൻ നശിപ്പിച്ചത് യോവേൽ കാണുന്നത് എന്താണ്? ഇസ്രയേലിന് മേൽ ഉള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ്.
ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കുന്നുവെന്നും ഇത് ദൈവത്തിൻ്റെ കരമാണ് ഇവിടെ വ്യാപരിക്കുന്നതെന്നും താൻ ഇസ്രായേൽ ജനങ്ങളെ, യഹൂദന്മാരെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അതിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 7-ാം സ്തോത്രം അവിടെ കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെ പോലെ വിലപിക്കുക. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷക്കാരായി പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. വയൽ ശൂന്യമായി തീർന്നു. ധാന്യം നശിച്ചും പുതുവീഞ്ഞു വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കുന്നു. ദേശം ദുഃഖിക്കുന്നു. കൃഷിക്കാരെ ലജ്ജിപ്പിൻ. മുന്തിരിത്തോട്ടക്കാരെ കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവിൻ. വയലിലെ വിളവ് നശിച്ചു പോയിരിക്കുന്നുവല്ലോ. മുന്തിരിവള്ളി വാടി അത്തിവൃക്ഷം ഉണങ്ങിപ്പോയിരിക്കുന്നു. മാതളം, നീന്തപ്പനയും നാരകവും മുതലായ പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ആനന്ദം അറ്റുപോയിരിക്കുന്നു എന്നൊക്കെ ഇവിടെ യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ആ കാലത്തെക്കുറിച്ച് താൻ വീണ്ടും പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 3-ാമത്തെ വാക്ക് 1:3 പറയുന്നു: ഇത് നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ അവരുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു കളഞ്ഞു, വിട്ടിൽ ശേഷിപ്പിച്ച് പച്ചപ്പുഴു തിന്നു. സ്തോത്രം! ഇങ്ങനെ ഒരു അനുഭവം 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: മൂപ്പന്മാരെ ഇത് കേൾപ്പിൻ, ദേശത്തിലെ സകല നിവാസികളും ഒരായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ന്യായവിധിയെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ അരുളി ചെയ്തിരിക്കുന്നത്. ഇത് പിതാക്കന്മാരുടെ കാലത്ത് പോലും സംഭവിക്കാത്ത ഒരു അനുഭവം. നമ്മൾക്ക് ഒരുപക്ഷെ മിസ്രയീമിൽ ഇസ്രായേൽ ജനങ്ങളെ നിന്ദിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കേണ്ടതിന് ഫറവോന്റെ മേൽ ദൈവം ബാധ വെട്ടുക്കിളി അയച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സ്വന്തം ജനമ ഇസ്രായേലിന് മേൽ ദൈവം അയക്കുന്ന വെട്ടുക്കിളിയെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്: ഇത് ദൈവത്തിന്റെ ന്യായവിധിയുടെ കരമാണ്. സകലതും ഡിവാസ്റ്റേറ്റ് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ കരമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് ഇവിടെ താൻ പറയുകയാണ്, ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾ അനുതപിക്കുക, നിങ്ങൾ വിലപിക്കുക, നിങ്ങൾ മാനസാന്തരപ്പെടുക, രട്ടെടുത്ത് ദൈവസന്നിധിയിൽ വീഴുക, ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുക. 11-ാമത്തെ വാക്യത്തിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2:11 കാണുന്നു: യഹോവ തന്റെ സൈന്യത്തിന് മുൻപിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവർ ശക്തിയുള്ളവരും തന്നെ. എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവയുടെ വചനം അനുസരിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ എന്നാണ് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യഹോവയുടെ വചനം അനുസരിക്കാത്തത് കൊണ്ട് ഈ സകല ഇസ്രായേൽ ജനങ്ങളും ബലഹീനരായി തീർന്നു. എന്നാൽ യഹോവയുടെ വചനം അനുസരിക്കുന്നവരൊക്കെ ഈ ശക്തന്മാരായി ബലവാന്മാരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരുവേൻ. പാപം ചെയ്യുന്ന വ്യക്തികൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവേൻ. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് അവരെ റെസ്റ്റോർ ചെയ്യണം, വീണ്ടും അവരെ പുതുക്കി ദൈവകൃപയിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ജനത്തെ അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴെങ്കിലും ദൈവത്തിലേക്ക് മടങ്ങി വരുവേൻ. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ ഓർത്ത് നിങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ഇത് ദൈവത്തിന്റെ കരമാണ് നിങ്ങളിൽ വ്യാപരിക്കുന്നത് മനസ്സിലാക്കി, അത് ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് മനസ്സിലാക്കി ഇപ്പോഴെങ്കിലും ദൈവത്തിലേക്ക് മടങ്ങി വരുവിൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിനുശേഷം പറയുകയാണ്: നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് വരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ള ദൈവമല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം അനർത്ഥങ്ങളെ കുറിച്ച് അനുതപിക്കുന്ന ദൈവമാണ്. അവൻ ദയ കാണിക്കുന്ന ദൈവമാണെന്ന് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. എന്നാൽ അവർ യോവേൽ പ്രവാചകന്റെ വചനം അനുസരിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം,
18-ാം വാക്യത്തിൽ 2:18 നമുക്ക് കാണാൻ കഴിയുന്നു, അവർ വിലപിച്ചു, അനുദപിച്ചു, മാനസാന്തരപ്പെട്ടു. അതിനുശേഷം ദൈവം കൊടുക്കുന്ന മറുപടി എന്താണ്? 18 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദയ്ക്കായി വിടുകയില്ല. വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യമായൊരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിൽ ഇട്ടുകളയും അവൻ എന്നൊക്കെ ദൈവം അരുളി ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർക്ക് നഷ്ടപ്പെട്ടു പോയ സകല സംവത്സരങ്ങളും, അവർക്ക് നശിച്ചുപോയ അവരുടെ ആദായങ്ങൾ, അവരുടെ കൃഷി സമ്പത്തുകൾ, ഇവയൊക്കെ ദൈവം അവർക്ക് മടക്കി കൊടുക്കും എന്ന് ദൈവം അവരോട് അരുളി ചെയ്യുകയാണ്. എപ്പോഴാണ് ജനങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേട്ട്, പ്രവാചകന്റെ വാക്ക് കേട്ട് വെട്ടിലും വെണ്ണീറിലും ഇരുന്ന് അനുദപിക്കാൻ തയ്യാറായി, ദൈവം അവരുടെ അനുതാപം മനസ്സിലാക്കി. അപ്പോൾ അവരെ വീണ്ടും ദൈവം എന്തു ചെയ്തു? അവർ ന്യായവിധിയെ അവർക്ക് ഗുണകരമായി മാറ്റി അവരെ അനുഗ്രഹിപ്പാൻ തയ്യാറായപ്പോൾ വാഗ്ദത്തം ചെയ്യാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ എൻ്റെ ജനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, പഴയതുപോലൊരവസ്ഥ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല എന്ന് ദൈവം ഇസ്രായേൽ ജനങ്ങളോട് ദൈവം അരുളി ചെയ്യുകയാണ്. മാത്രമല്ല, ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. 24-ാമത്തെ വാക്യം, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളുടെ അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പരം ഒരു വാഗ്ദത്തം എന്താണ് വേണ്ടിയത്? ദൈവസന്നിധിയിൽ തെറ്റുകളെ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുന്ന വ്യക്തികളെ ദൈവം വീണ്ടും അനുഗ്രഹിക്കാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, അതിനുശേഷം പറയുകയാണ്, അവരുടെ ബന്ധം, ദൈവവുമായുള്ള അവരുടെ ബന്ധം വലുതായി തീരും. 10:28 നമുക്ക് കാണാൻ കഴിയുന്നു, എന്നാൽ അതിനുശേഷമോ ഞാൻ എന്തു ചെയ്യും? എൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടം കൊണ്ട് നിർത്തുന്നില്ല. ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. സ്തോത്രം. നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും, സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലെ ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമയമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരിൽ ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ്. ഇത്ര വലിയ വാഗ്ദത്തം കൂടെ അവരോട് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ എന്താ പറയുന്നത്? നാം മടങ്ങി വന്നാൽ ദൈവവുമായുള്ള ബന്ധം റെസ്റ്റോർ ചെയ്യുക മാത്രമല്ല, ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ അവൻ്റെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മെ വഴി നടത്തുമെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നമ്മെ പഠിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. വലിയ ആത്മപകർച്ചയുടെ ഒരു ദിവസത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. മടങ്ങി വരുന്ന ജനത്തിന് ദൈവം കൊടുക്കുന്നത് എന്താണ്? ഭൗതിക നന്മകൾ മാത്രമല്ല, ആത്മാവിൻ്റെ നന്മകൾ, ആത്മീയ നന്മകൾ, മനുഷ്യന് ചിന്തിപ്പാൻ കഴിയാത്ത നിലയിലുള്ള ദൈവിക പ്രവൃത്തികൾ ദൈവം അയക്കും എന്നുള്ള വാഗ്ദത്തവും കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ബലഹീനതകളോ പാപങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വരുവാൻ ഇടയായിത്തീരണം. ഈ വെട്ടുക്കിളിയെ കണ്ടുകൊണ്ട് യോവേൽ പ്രവചിക്കുന്നെങ്കിൽ, എന്നാൽ സ്തോത്രം, വെട്ടുക്കിളി പോലെ ഇസ്രായേൽ ജനങ്ങളെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാബിലോണിയർ വന്ന് അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രവചനം അന്ന് സംഭവിച്ച വെട്ടുക്കിളിയാണെങ്കിൽ, പിൽക്കാലത്ത് വെട്ടുക്കിളി പോലെ ഇസ്രായേലിനെ, യഹൂദയെ, സ്തോത്രം, അവരുടെ രാജ്യത്തെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞ് പ്രൈസ് ദി ലോർഡ് ബാബിലോണിൽ വന്ന് നശിപ്പിച്ചു കളയുവാനിടയായി. ആ പ്രവചനത്തിൻ്റെ ലോങ് റണ്ണിലുള്ള ഫുൾഫിൽമെന്റ് അവിടെ നടക്കുവാനിടയായി. അതെന്താണ്? സ്തോത്രം, വീണ്ടും ദൈവത്തോട് പാപം ചെയ്തപ്പോൾ അവർക്ക് സംഭവിച്ചതാണ്. എന്നാൽ ഇന്ന് വീണ്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കൽ അനുദപിച്ചു, മാനസാന്തരപ്പെട്ടു, ദൈവം അനുഗ്രഹിച്ചു, വീണ്ടും
ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷാവിധിയിൽ നമ്മൾ ഒഴിഞ്ഞു മാറുകയില്ലെന്നുള്ള ആ ശക്തമായ സന്ദേശവും നമുക്ക് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവവുമായുള്ള കറക്റ്റ് റിലേഷൻഷിപ്പിൽ, ശരിയായ ബന്ധത്തിൽ അനുദപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ ദാസിമാരായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന അപ്പോഴാണ് പ്രൈസ് ദി ലോർഡ് എന്താണ് സകല ജഡത്തിന്മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ടുള്ള ശുശ്രൂഷ വെളിപ്പെടുന്നത്. നമ്മളത് പെന്തക്കോസ്ത് നാളിൽ എക്സാക്റ്റായി കൃത്യമായി ഇതേ വാക്യം എടുത്തുകൊണ്ട് തന്നെ ഈ വാക്യം തന്നെ സ്തോത്രം കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് പ്രസംഗിപ്പാനിടയായി. അന്ന് ആത്മപകർച്ച നടക്കുവാനിടയായി. ഇന്ന് അതിൻ്റെ അനുഭവം അനുഭവിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ എത്രമാത്രം കാത്തു സൂക്ഷിക്കണമെന്ന് ചിന്തിപ്പാനിടയായി തീരട്ടെ. തിരുക്കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് ദൈവം നമ്മളിൽ പ്രവർത്തിപ്പാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന സകല മത്സരങ്ങളും, സകല പാപങ്ങളും, സകല പിറുപിറുപ്പുകളും, സകല ദോഷങ്ങളും വിട്ടകന്ന് പൂർണ്ണമായും ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അടഞ്ഞു കിടക്കുന്ന അനവധി വഴികൾ ദൈവത്തിന് തുറന്നു തരുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും അനുഭവിപ്പാനിടയായി. അനവധി പട്ടിണികൾ നമ്മൾ ഒരുപക്ഷെ അനുഭവിച്ചിട്ടുണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങളും ക്ലേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. ഹല്ലേൽ വെട്ടുക്കിളി പോലെ ഒന്നിനു പുറകെ ഒന്നായി മഹാമാരി നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. രോഗങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ റെസ്റ്റോറേഷന് വേണ്ടി അല്ലെങ്കിൽ വീണ്ടും ഒന്ന് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മടങ്ങിവരവിന് വേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കണം. ദൈവത്തിന് നമ്മെ ഒന്ന് പുതുക്കി ശരിയായ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിലേക്ക് ഇന്ന് കടന്നു വരണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ അനുദപിക്കുക. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ രട്ടിലും വെണ്ണീറിലും ഇരിക്കുക. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ദൈവമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീരട്ടെ. ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കേട്ട വചനത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവമായും അനുഗ്രഹമായും മാറ്റുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശേഷാൽ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും എൻ്റെ ദൈവം അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ വീണ്ടും അനുതാപവും മാനസാന്തരവും രൂപാന്തരവും ദൈവിക വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനവധി നന്മകൾ, ഞങ്ങളുടെ അനവധി അനുഗ്രഹങ്ങൾ തടയപ്പെട്ട് കിടക്കുന്നു കർത്താവേ. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലെ കുറവോട് സംഭവിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ ഒന്ന് മടക്കി യഥാസ്ഥാനപ്പെടുത്തി ഞങ്ങൾക്ക് കർത്താവ് അരുളിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾക്ക് പകരം ദൈവം നൽകി തരുമാറാകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുത്ത തോമസ് സാറിനെയും കുടുംബത്തെയും തൻ്റെ ടീമംഗങ്ങളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാ
അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൽ